ഭാരതീയ ജ്യോതിഷപ്രകാരം വിവാഹനിശ്ചയത്തിനു മുൻപായി ദമ്പതികളുടെ ജാതകങ്ങൾ തമ്മിലുള്ള ചേർച്ച പരിശോധിക്കുന്ന രീതിയാണല്ലോ പൊരുത്തം നോക്കൽ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പൊരുത്തങ്ങളെക്കുറിച്ചും ചൊവ്വാദോഷത്തെക്കുറിച്ചുമുള്ള വിവരങ്ങൾ താഴെ നൽകുന്നു. ദശവിധ പൊരുത്തങ്ങൾ. 10 പ്രധാന പൊരുത്തങ്ങൾ. പരമ്പരാഗതമായി 10 പൊരുത്തങ്ങളാണ് പ്രധാനമായും നോക്കാറുള്ളത്. ഇവ ദമ്പതികളുടെ ജീവിതത്തിലെ വിവിധ വശങ്ങളെ സൂചിപ്പിക്കുന്നു. 1. ദിനപൊരുത്തം. ദമ്പതികളുടെ ആരോഗ്യവും ആയുസ്സും ദീർഘായുസ്സും സൂചിപ്പിക്കുന്നു. 2. ഗണപൊരുത്തം. സ്വഭാവഗുണങ്ങളെയും മാനസികമായ ഒത്തുചേരലിനെയും കാണിക്കുന്നു. ദേവഗണം, മനുഷ്യഗണം, അസുരഗണം. 3. മഹേന്ദ്രപൊരുത്തം. സന്താന സൗഭാഗ്യം, ഐശ്വര്യം എന്നിവയെ സൂചിപ്പിക്കുന്നു. 4. സ്ത്രീദീർഘപൊരുത്തം. ദാമ്പത്യത്തിലെ ഐശ്വര്യവും ദീർഘകാലത്തെ സുഖജീവിതവും ലക്ഷ്യമിടുന്നു. 5. യോനി പൊരുത്തം. ശാരീരികമായ പൊരുത്തത്തെയും ലൈംഗിക സംതൃപ്തിയെയും സൂചിപ്പിക്കുന്നു. 6. രാശിപ്പൊരുത്തം. വംശവർദ്ധനവിനെയും കുടുംബത്തിന്റെ വളർച്ചയെയും കാണിക്കുന്നു. 7. രാശ്യാധിപ പൊരുത്തം. ദമ്പതികൾ തമ്മിലുള്ള സൗഹൃദത്തെയും മാനസിക ഐക്യത്തെയും സൂചിപ്പിക്കുന്നു. 8. വശ്യപൊരുത്തം. പരസ്പരമുള്ള ആകർഷണത്തെയും സ്നേഹത്തെയും സൂചിപ്പിക്കുന്നു. 9. രജ്ജുപൊരുത്തം. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണിത്. ഭർത്താവിന്റെ ആരോഗ്യത്തെയും മംഗല്യഭാഗ്യത്തെയും ഇത് സൂചിപ്പിക്കുന്നു. 10. വേദപൊരുത്തം. ദാമ്പത്യജീവിതത്തിൽ വരാനിടയുള്ള തടസ്സങ്ങളെയും ദുഃഖങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്നു. എന്താണ് ചൊവ്വാദോഷം? ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ചൊവ്വ മാർസ് നിൽക്കുന്ന സ്ഥാനത്തെ അടിസ്ഥാനമാക്കിയാണ് ചൊവ്വാദോഷം നിർണയിക്കുന്നത്. ജ്യോതിഷ നിയമപ്രകാരം ലഗ്നത്തിൽ നിന്നോ ചന്ദ്രനിൽ നിന്നോ ശുക്രനിൽ നിന്നോ 1, 2, 4, 7, 8, 12 എന്നീ ഭാവങ്ങളിൽ ചൊവ്വ നിൽക്കുന്ന അവസ്ഥയെയാണ് പൊതുവെ ചൊവ്വാദോഷം എന്ന് വിളിക്കുന്നത്. ചില പ്രധാന കാര്യങ്ങൾ. വീര്യം. ചൊവ്വ ഊർജ്ജസ്വലതയുടെയും ക്രോധത്തിന്റെയും ഗ്രഹമായതിനാൽ മേൽപ്പറഞ്ഞ സ്ഥാനങ്ങളിൽ നിൽക്കുന്നത് പങ്കാളിയുടെ ആരോഗ്യത്തെയോ ആയുസ്സിനെയോ ബാധിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. പരിഹാരം. ചൊവ്വാദോഷമുള്ളവർ അതേപോലെ ചൊവ്വാദോഷമുള്ള വ്യക്തികളെത്തന്നെ വിവാഹം കഴിക്കണം എന്നതാണ് പ്രധാന നിയമം. ദോഷസാമ്യം. ഇത് ദോഷത്തിന്റെ തീവ്രത കുറയ്ക്കാൻ സഹായിക്കുമെന്ന് കരുതപ്പെടുന്നു. ദോഷമില്ലാത്ത അവസ്ഥ. എല്ലാ ലഗ്നക്കാർക്കും ഈ സ്ഥാനങ്ങളിൽ ചൊവ്വ നിന്നാൽ ദോഷമാകണമെന്നില്ല. ചൊവ്വ സ്വന്തം രാശിയിലോ ഉച്ചത്തിലോ നിൽക്കുകയാണെങ്കിൽ ദോഷത്തിന് ഭംഗം, കുറവ് വരാറുണ്ട്. കുറിപ്പ്. വിവാഹപൊരുത്തം നോക്കുമ്പോൾ ദശവിധ പൊരുത്തങ്ങളേക്കാൾ പ്രാധാന്യം പാപസാമ്യത്തിനും ചൊവ്വാദോഷം ഉൾപ്പെടെയുള്ളവ ദശാസന്ധിക്കും നൽകാറുണ്ട്. ഒരു വിദഗ്ധ ജ്യോതിഷിയുടെ ഉപദേശം തേടുന്നത് എപ്പോഴും ഉചിതമായിരിക്കും. വിവാഹപ്പൊരുത്ത ചിന്തയിൽ ദശവിധ പൊരുത്തങ്ങളേക്കാൾ പ്രാധാന്യമുള്ള ഒന്നാണ് പാപസാമ്യം. വധുവിന്റെയും വരന്റെയും ജാതകങ്ങളിലെ പാപഗ്രഹങ്ങളുടെ ബലത്തെ തുലനം ചെയ്യുന്ന രീതിയാണിത്. ലളിതമായി പറഞ്ഞാൽ ഒരാളുടെ ജാതകത്തിലുള്ള പാപഗ്രഹങ്ങളുടെ ദോഷം, മാൽഫിക് ഇൻഫ്ലുവൻസ്, മറ്റൊരാളുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതി കൊണ്ട് പരിഹരിക്കപ്പെടുന്നുണ്ടോ എന്ന് നോക്കുന്ന പ്രക്രിയയാണിത്. പാപഗ്രഹങ്ങളും സ്ഥാനങ്ങളും. ജാതകത്തിൽ പ്രധാനമായും ചൊവ്വ, ശനി, രാഹു, കേതു, സൂര്യൻ എന്നീ ഗ്രഹങ്ങളെയാണ് പാപഗ്രഹങ്ങളായി കണക്കാക്കുന്നത്. ലഗ്നം, ചന്ദ്രൻ, ശുക്രൻ എന്നിവരിൽ നിന്ന് താഴെ പറയുന്ന സ്ഥാനങ്ങളിൽ ഈ ഗ്രഹങ്ങൾ നിൽക്കുന്നത് ദോഷകരമായി കരുതപ്പെടുന്നു. 1, 2, 4, 7, 8, 12 എന്നീ ഭാവങ്ങൾ. പാപസാമ്യം നോക്കുന്നതെങ്ങനെ? വിവാഹത്തിന് തയ്യാറെടുക്കുന്ന വധുവിന്റെയും വരന്റെയും ജാതകങ്ങളിൽ മേൽപ്പറഞ്ഞ ഭാവങ്ങളിൽ എത്ര പാപഗ്രഹങ്ങൾ ഉണ്ടെന്ന് നോക്കി പോയിന്റുകൾ നൽകുന്നു. ഗ്രഹം. പോയിന്റ്. സാധാരണ കണക്ക്. ചൊവ്വ 1 പൊരുത്തം, പൂർണ്ണദോഷം. ശനി 3/4 പൊരുത്തം. രാഹു, കേതു 1/2 പൊരുത്തം. സൂര്യൻ 1/4 പൊരുത്തം. പ്രധാന നിയമം. വരന്റെ ജാതകത്തിലുള്ള പാപദോഷത്തിന്റെ അളവ് വധുവിന്റെ ജാതകത്തിലുള്ള ദോഷത്തിന് തുല്യമോ അല്ലെങ്കിൽ അതിനേക്കാൾ അല്പം കൂടുതലോ ആയിരിക്കണം. വധുവിന്റെ ജാതകത്തിൽ പാപദോഷം കൂടിയിരിക്കുന്നത് ദാമ്പത്യത്തിന് അത്ര ഗുണകരമല്ലെന്നാണ് ജ്യോതിഷശാസ്ത്രം പറയുന്നത്. പാപസാമ്യത്തിന്റെ പ്രാധാന്യം. ആയുസ്സ്. ദമ്പതികളുടെ ആയുർബലത്തെയും ആരോഗ്യത്തെയും ഇത് ബാധിക്കുന്നു. ദാമ്പത്യസുഖം. പരസ്പരമുള്ള കലഹങ്ങൾ ഒഴിവാക്കാനും ഐക്യത്തോടെ ജീവിക്കാനും പാപസാമ്യം സഹായിക്കുന്നു. വൈധവ്യദോഷപരിഹാരം. കഠിനമായ പാപഗ്രഹ സ്വാധീനമുള്ള ജാതകങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ദോഷങ്ങൾ പരസ്പരം ഇല്ലാതാകുന്നു. ന്യൂട്രലൈസേഷൻ. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നിങ്ങളുടെ ജാതക സംബന്ധമായ സംശയങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ജ്യോതിഷ സംബന്ധിയായ കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.